ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉമ്മച്ചീസ് കിച്ചൺ. നമ്മുടെ ഉമ്മച്ചീസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും നമ്മൾ എന്താ പറയുക, ഒരു കാട്ടിലേട്ടൊന്നും അല്ല പോയേക്കണത്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചേമ്പ് താള് കറിയാണ്. പരിപ്പ് വെച്ചിട്ടുള്ള ചേമ്പ് താള് കറി. അതിന് വേണ്ടിയിട്ടുള്ള ചേമ്പിൻ്റെ തണ്ടെടുക്കുകയാണ് നമ്മൾ. ഇലയൊക്കെ പറിച്ച് ഉമ്മച്ചി അതിലോട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ രുചിക്കൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ചേമ്പും താളും പരിപ്പും കറിയുടെ നമ്മൾ തേങ്ങ വെച്ചിട്ട് ചെയ്യുന്നൊരു ഇതാണ്. അടിപൊളി സാധനമാണ്. നമ്മളിത് എപ്പോഴും ഉണ്ടാക്കി നോക്കാറുണ്ട്. എന്താ പറയുക, അത്രയ്ക്കും പോഷകമൂല്യമുള്ള ഒരു കറി തന്നെയാണ് ചേമ്പ് താള് കറി. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നമ്മളിടുന്ന വീഡിയോ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ പോയാലോ. അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചെറു ചേമ്പിൻ്റെ ഇലയാണ്. അതിൻ്റെ ഇല നമ്മൾ കളഞ്ഞു. ഇല കളഞ്ഞിട്ട് അതിൻ്റെ തണ്ട് മാത്രമാണ് എടുത്തിരിക്കുന്നത്. താളെന്നാണ് പറയുന്നത് അല്ലേ, താള്. അപ്പം നമ്മളത് എന്ത് ചെയ്തു, ഇങ്ങനെ കഷ്ണിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇല എടുക്കുന്നില്ല, അതിൻ്റെ ആ തണ്ട് മാത്രം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ നാരും പുറത്തുള്ള നാരെ കളയണം. അപ്പോൾ ഇതുപോലെ ആ ചേമ്പും തണ്ടിൻ്റെ നാര് നമ്മളിങ്ങനെ ഒന്ന് കളഞ്ഞെടുക്കുക എല്ലാം മൊത്തം. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ, പുറത്തെ തൊലിയൊക്കെ നല്ലപോലെ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ അരിയുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾ അരിയേണ്ടത്. അപ്പോൾ നമ്മുടെ ചേമ്പിൻ്റെ തണ്ട് അടിപൊളിയായിട്ട് അരിഞ്ഞ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ താള് കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മളൊരു എന്താ പറയുക, അരമുറി തേങ്ങ ഇവിടെ നമ്മൾ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില 2 എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഒരു 5-6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഒരു 7 ഉള്ളി, വെളുത്തുള്ളിയുടെ 7 അല്ലിയോളം, 7ഓ 8ഓ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. പിന്നെ കുറച്ച് നല്ല ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്, നമുക്ക് 4 ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായ പരിപ്പ് ഒരു കൈക്ക് ഒരു തൊടാവുന്ന രീതിയിലാണ് ഉമ്മ എടുത്ത് വെക്കണം. ഉമ്മക്ക് അങ്ങനെ കറക്റ്റ് കണക്കും കാര്യങ്ങളൊന്നും അങ്ങനെ പറയാൻ അറിയില്ല. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ചേമ്പിൻ്റെ തണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാം വൃത്തിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കൂട്ടിയാൽ പിന്നെ നമുക്ക് ഇതിനകത്ത് ഉപ്പ് ആവശ്യമുണ്ട് കേട്ടോ. നിങ്ങൾ ഉപ്പ് നമ്മൾ അതിനെടുത്ത് പറയണ്ടല്ലോ, ഏതൊരു കറിക്ക് ആവശ്യമാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് അടിപൊളി നമ്മുടെ എന്താ പറയുക താള് കറി ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ആ പരിപ്പ് നല്ലപോലെ കഴുകിയിട്ട് കുറച്ച് നല്ല വെള്ളം ചേർത്തിട്ട് നമ്മളൊന്ന് വേവിക്കാൻ വെക്കുവാണ്. നമ്മളപ്പോൾ ഇത് പരിപ്പ് വേണ സമയം കൊണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് നമുക്കൊന്ന് തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മുളകും വറ്റൽമുളകും മഞ്ഞളും കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. വറ്റൽമുളകും മഞ്ഞൾപ്പൊടിയോടെ ഇട്ട് അരച്ച് നല്ലപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതിനൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ളവരൊന്ന് അരച്ചെടുക്കണം. ഇനി നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ഇതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം മുളകൊന്ന് അരച്ചെടുത്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോന്നായിട്ടാണ് അരച്ചെടുക്കുന്നത്, ഒരുമിച്ചല്ല എല്ലാം അരയ്ക്കുന്നത്. നമ്മുടെ തേങ്ങ നല്ലപോലെ അരച്ച് വെച്ച് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളവിടെ ചേർത്ത് നമ്മൾ നല്ല ജീരകം, വെളുത്തുള്ളി, ചെറുള്ളി ഇതെല്ലാം കൂടെ എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ തേങ്ങയൊക്കെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. തേങ്ങ ഇതിൻ്റെ ഒപ്പം നമ്മൾ ചേർത്തത് ഉള്ളി, വെളുത്തുള്ളി, നല്ല ജീരകം ചേർത്ത് പിന്നെ 2 കറിവേപ്പിലയും ചേർത്തിട്ടാണ് നമ്മൾ നല്ലപോലെ അരച്ചെടുത്തത്. നമ്മുടെ പരിപ്പ് നല്ലപോലെ വെന്ത് നല്ല ഇതായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമുക്കിനി നമ്മൾ അരിഞ്ഞു വെച്ച താള്, നമ്മുടെ ചേമ്പിൻ്റെ തണ്ട് നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ ഒപ്പം നമ്മൾ നേരത്തെ അരച്ചു വെച്ച മുളക് അത് നമ്മൾ അതിലോട്ട് ചേർക്കുകയാണ്. നമുക്കിപ്പോൾ നിങ്ങൾക്ക് മുളക് അരയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ മുളക് പൊടി എടുത്താലും മതി. നമ്മൾ അരയ്ക്കണമെന്നില്ല, ഇതെല്ലാം കൂട്ടി മിക്സിയിലിട്ട് നിങ്ങൾ അരച്ചെടുത്താലും മതി. ഇനി നമ്മൾ നേരത്തെ അരച്ചതിൻ്റെ വെള്ളം ഇരിപ്പുണ്ട്, അത് നമ്മൾ ഇതിനകത്തോട്ട് ഈ ചേമ്പ് വേവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അത് ചേർക്കുകയാണ്. അപ്പോൾ പച്ചവെള്ളം ചേർക്കുന്നേക്കാളും നമുക്ക് അരപ്പിൻ്റെ വെള്ളം ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും.
പിന്നെ എല്ലാം കൂടെ ഒന്ന് അതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൂടെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഉപ്പ് കാണിച്ചില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മൾ ഉപ്പിട്ടാണ്. പരിപ്പ് വേവിച്ചപ്പോഴും നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നു. നമ്മൾ ഈ ചേമ്പിൻ്റെ ഒപ്പം ഉപ്പിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് ആവശ്യത്തിന്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പിടാം. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന പരിപ്പും നമ്മുടെ താളിൻ്റെ ഇതൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മളിനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഇപ്പം എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ട് തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ എന്താ പറയുക, ആവശ്യത്തിന് അരപ്പിൻ്റെ ഒക്കെ വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. നമുക്കത് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഇപ്പുറത്ത് ഒരു ചട്ടി ചൂടാക്കിയിട്ട് നമുക്ക് ഒന്ന് താളിച്ചെടുക്കാനുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മളൊരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളതിലേക്ക് എന്ത് ചെയ്തു, കടുക് പൊട്ടിക്കാൻ വേണ്ടി കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മളതിലേക്ക് ഉള്ളി അരിഞ്ഞു വെച്ചത്, നേരത്തെ എടുത്ത് വെച്ച ഉള്ളി നമ്മൾ അരിഞ്ഞു, അത് നമ്മുടെ കടുക് പൊട്ടിച്ചിലോട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അരിഞ്ഞു വെച്ച ഉണക്കമുളക്, കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് ഒന്ന് അടിപൊളിയായിട്ട് ഒന്ന് ഇതാക്കിയിടുക. അടുപ്പ സൗണ്ടൊക്കെ വരുന്നുണ്ട്. തീ ഒന്ന് കുറച്ചിട്ടേക്കണോട്ടോ, അല്ലെ മുളക് നല്ലപോലെ ഒന്ന് കരിഞ്ഞു പോകും. നമ്മളത് നേരെ ആ കറിയിലോട്ടുണ്ട് ഒഴിച്ച്. വാവ്, അപ്പം നമ്മുടെ താളുകറി അടിപൊളി പരിപ്പിട്ട് വെച്ച താളുകറി റെഡി ആയിട്ടുണ്ട്. പരിപ്പും നമ്മൾ തേങ്ങ അരച്ചിട്ട് ചേമ്പിൻ്റെ താളൂരിട്ടാണ് നമ്മൾ സെറ്റാക്കി വെക്കണത്. അടിപൊളി കറിയാണ്, നല്ല മണം വരുന്നുണ്ട്, രക്ഷയില്ല. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളെല്ലാവരും. അത്രയ്ക്കും നമുക്ക് എന്താ പറയുക, പോഷക മൂല്യമുള്ളൊരു കറി തന്നെയാണ്. ഈ ഒരു ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് വീടിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ചേമ്പുണ്ടാവും. നമുക്ക് സർക്കാർ പരിപ്പും തരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. നമ്മൾ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ സ്വാദും. നമ്മൾ നോക്കി ഒരു രക്ഷയില്ല. നമ്മൾ ഇടയ്ക്കൊക്കെ വെക്കണയാണ്. നമുക്ക് ഇത് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. ചേമ്പൊക്കെ എല്ലായിടത്തും ഉണ്ടാവും, പരിപ്പ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടൊരു കറി നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചിട്ട് നമ്മളോട് ഇതിൻ്റെ അഭിപ്രായം നമ്മളെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ പുതിയ രുചിക്കൂട്ടുമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.